ഹായ് ഫ്രണ്ട്സ്, പ്രസീസ് കിച്ചൺ വേൾഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി വടയുടെ റെസിപ്പിയുമായാണ്. അതിനെന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നതിന് മുൻപ് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി കൊടുക്കണേ. ഞാനിവിടെ ഒരു പാത്രം ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. പാത്രം നന്നായി ചൂടായി വരുമ്പോൾ സിമ്മിലാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം കരിയാതെ വറുത്തെടുക്കാം. ഗോതമ്പ് മാവ് കൊണ്ട് ഇലയടയുണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങൊക്കെ വെച്ച്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. ഇത് വറുക്കുന്ന സമയത്ത് നല്ലൊരു മണം വരാറുണ്ട്. മാവ് തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒട്ടൽ മാറുന്നത് വരെ വറുത്തെടുക്കണം. ഇതിപ്പോൾ ആയിട്ടില്ല, നമുക്ക് കുറച്ച് നേരം കൂടി വറുക്കാം. ഇപ്പോൾ ഗോതമ്പ് മാവ് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടോടെ തന്നെ ഗോതമ്പ് മാവ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാവ് അളക്കാനെടുത്ത ഗ്ലാസ്സിൽ അര ഗ്ലാസ് ചോറ് കൂടി ചേർത്ത് കൊടുക്കണം. ഏതരിയുടെ ചോറായാലും കുഴപ്പമില്ല, ഞാനിവിടെ പൊന്നി അരിയുടെ ചോറാണ് എടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് മിക്സിയിൽ വെച്ചൊന്ന് കറക്കിയെടുക്കാം. വട ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചോറ് ചേർക്കുന്നത്. ചോറ് നല്ലതുപോലെ പൊടിഞ്ഞ് മാവിൻ്റെ കൂടെ മിക്സായിട്ടുണ്ട്. ആദ്യം തന്നെ കൂടുതൽ വെള്ളം ചേർക്കരുത്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇതിലേക്ക് ഒരു വലിയുള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ 2 പച്ചമുളക് ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചെറുതായി മുറിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. അതിനുവേണ്ടി ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഇങ്ങനെ ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ മാവ് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ നല്ലതുപോലെ ഉരുളയായി കിട്ടുന്നുണ്ട്. നമുക്കിനി എല്ലാ മാവും ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. 7 ഉരുളകളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഓരോന്നായി എടുത്ത് കയ്യിൽ വെച്ച് വടയുടെ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. എല്ലാ ഉരുളകളും നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഓരോ വടയായി ഇട്ട് ചുട്ടെടുക്കാം. വട എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമായി അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡും ഫ്രൈ ആകുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക.
ഇപ്പോൾ രണ്ട് സൈഡും കളർ മാറി നല്ലതുപോലെ ഫ്രൈ ആയി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ബാക്കിയുള്ള വട കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കറുമുറേന്ന് കഴിക്കാൻ പറ്റിയ നല്ല മുരുമുരാന്നുള്ള നമ്മുടെ ഗോതമ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമാകും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നമുക്കിത് ഒരെണ്ണം എടുത്ത് മുറിച്ച് നോക്കാം. പുറം ഭാഗം നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്, ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. ഈ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചോറ് ചേർത്ത് കൊടുത്തത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. ബൈ ബൈ.